ആവനിയുടെ ജാതകം മറ്റൊന്നായതുകൊണ്ട് ആവനിയുടെ മുന്നിൽ ഉറപ്പായിട്ടും അഗ്നി പ്രത്യക്ഷപ്പെടും. ജാതകം ഒത്തുവരാത്ത ഈ വീട്ടിലെ മരുമകളാ ഞാൻ. എന്നോട് ദയ കാണിച്ച് ഈ പരീക്ഷണത്തിൽ എന്നെ കാക്കണേ ദേവി. ശ്രീകരേട്ടൻ എനിക്ക് താലി കെട്ടിത്തന്നു. ആ കാര്യം ഇവിടെ മറ്റൊരാൾക്കും അറിയില്ലെങ്കിലും നിനക്കറിയാലോ. അനുഗ്രഹിക്കണോ എന്നെ ശിക്ഷിക്കണോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. അമ്മേ, എന്റെ വിശ്വാസം സത്യമായില്ലേ സ്വാമിജി? ജാതകമെന്ന അർഹതയുള്ള ഭാവി മരുമകൾക്ക് പറ്റാത്തത് നിനക്കെങ്ങനെയാ സാധിച്ചത്? നിഹാരികയ്ക്ക് കാലുവെക്കാൻ കഴിഞ്ഞില്ല, നിനക്കെങ്ങനെയാ സാധിച്ചത്? അത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഗുരുവേ. ഇനിയിപ്പോ ആവനിക്ക് വല്ല മായോ മന്ത്രോ വല്ലോ അറിയോ? ദൈവശക്തിയുടെ മുമ്പില് ഒരിക്കലും മന്ത്രങ്ങളും മായകളും നിലനിൽക്കാൻ സാധ്യതയില്ലല്ലോ. പിന്നെ അവൾ എങ്ങനെ കയറി? ഈ കുടുംബവുമായിട്ട് നിനക്കുള്ള ബന്ധം എന്താണ്?
വേദവതി അമ്മയുടെ കുടുംബവുമായി എന്ത് രക്തബന്ധമാണ് നിനക്കുള്ളത്? അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത് ഗുരുവേ? അവൻ ഈ വീട്ടിലെ ഒരു അതിഥി മാത്രമാണ് ഗുരു. നിങ്ങൾ പുതിയ പുതിയ സംശയം ക്രിയേറ്റ് ചെയ്യല്ലേ ഗുരു? എന്തെങ്കിലും ഒരു ബന്ധമില്ലാതെ ഇത് സംഭവിക്കില്ല. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇത് സാധ്യമല്ല. പറയുമ്പോളെ, നീ എന്തു ധൈര്യത്തിലാണ് കയറിയത്? നീ എന്ത് ധൈര്യത്തിലാ പറഞ്ഞയച്ചത്? നീ ഈ വീട്ടിലെ അനന്തരവളാണ്. ഈ കുട്ടി ആരാ? ഇവരുടെ ആരാ ഇവള്? ആവണിയെ കുറിച്ചെല്ലാം തുറന്നു പറയാൻ ഇത് തന്നെയാണ് പറ്റിയ സമയമെന്ന് തോന്നുന്നു. ആവനിയുടെ കഴുത്തിലെ താലിയുണ്ട്. ആ പ്രഭാവം കൊണ്ടായിരിക്കും ഇതെല്ലാം സാധ്യമായത്. ഇപ്പൊ ആ താലി പുറത്തു കണ്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? മൗനം എന്തിനാ മകളെ? കാര്യം പറയൂ. ഞാൻ പറയും. എന്റെ അനിയത്തിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയും. സുജാത ചേച്ചി, ഞങ്ങളുടെ കല്യാണക്കാരി എങ്ങനെ പറയുമോ? പറ മോളെ. അത് അവനെ സുജാതേച്ചി, എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയാനാ? ഞാൻ തന്നെ പറയാം. ഞങ്ങൾക്കും അവനിക്കും ഇടയിൽ എന്ത് ബന്ധമാണെന്നുള്ള കാര്യത്തെപ്പറ്റി താങ്കൾ എത്രയൊക്കെ ചോദിച്ചാലും ഞങ്ങൾക്ക് തരാൻ ഒരു മറുപടിയില്ല. അവനിക്കും അമ്മയ്ക്കും ഇടയിൽ മാത്രം വലിയൊരു സ്നേഹബന്ധമുണ്ട്. ഒരിക്കൽ പൂജാമുറിയിലെ അമ്മയെ ഒരു കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോ അവന് സ്വന്തം ജീവൻ കളഞ്ഞു തന്നെയാ ഞങ്ങളുടെ അമ്മയെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാ അമ്മയുടെ അനുഗ്രഹത്തോടെ അവനിക്ക് അവിടേക്ക് കയറാൻ പറ്റിയത്. കറക്റ്റാ. ഈ പോയിന്റ് വളരെ കറക്റ്റാ. അതുകൊണ്ടാ ആവനിക്ക് അമ്മയുടെ പെട്ടി എടുത്തുകൊണ്ട് വരാൻ കഴിഞ്ഞത് ഗുരുവേ. അമ്മ എല്ലാവരെയും സംരക്ഷിക്കുന്നവളാ. ആ അമ്മയെ സംരക്ഷിച്ചെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ആവനിയെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ വലിയ ഭാഗ്യവാനാണ്. അതെ ഗുരുജി, വളരെ വളരെ ഭാഗ്യവാനാണ്. എന്റെ അനിയത്തിക്ക് ഈ വീടുമായി ഒരു രക്തബന്ധം ഉണ്ട് സ്വാമി. സത്യം പുറത്തു പറയാനാവാതെ എന്റെ അനിയത്തി ഇവിടുത്തെ അവസ്ഥകളെ പേടിച്ച് എന്റെ വായു അടപ്പിച്ചതാണ്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കടന്നാലോ ഗുരു? എല്ലാവരും ഇരുന്നോളൂ. ആവനി, നീ എന്തൊക്കെ സാഹസം ചെയ്താലും അവസാനം ഈ മുക്കുത്തി എന്റേത് മാത്രമായിരിക്കും. അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അവൾക്ക് ഈ മൂക്കൂത്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? എങ്ങനെയെങ്കിലും തടയണം. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആരും മറ്റൊന്നും വിചാരിക്കരുത്. മുക്കൂറ്റി ധരിക്കാൻ ഇത് ശരിയായ സമയമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം.
അതെന്താണ് ഗുരുവേ? നിഹാരിക അമ്മയുടെ പെട്ടി കൊണ്ടുവന്നായിരുന്നുവെങ്കിൽ ചടങ്ങുകൾ അതിന്റെ രീതിക്ക് തന്നെ നടന്നേനെ. അതുകൊണ്ട് ശ്രീകർ നിഹാരികയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം മുക്കുത്തി ധാരണം നടത്തിയാൽ നന്നായിരിക്കും. ഇപ്പൊ വേണമെങ്കിലും ധരിക്കാലോ ഗുരുജി, അത് കുഴപ്പമില്ല. നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. അരുത് മോളെ, ഗുരുവിന്റെ വാക്കുകൾ വേദവാക്യ. അത് എതിർത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ല. തൽക്കാലം വിവാഹ പത്രിക മാത്രം എഴുതി തരാം. അടുത്ത മാസം 6-ാം തീയതി വ്യാഴാഴ്ച ദിവസം കല്യാണം വെച്ചോളൂ. വിവാഹ പത്രിക പിടിച്ചോളൂ. എന്നാ ഞാൻ പുറപ്പെടട്ടെ. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാം ഗുരുവേ. കുഴപ്പമില്ല, ഞാൻ പോയി വരാം. സർവേ ജനാ സുഖിനോ ഭവന്തു. അങ്ങനെ അവസാനം എന്റെ മകന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തം ശരിയായി. അമ്മേ, ജാതകം ചേരുന്ന മരുമകളുമായി എന്റെ മകന്റെ കല്യാണം മറ്റൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ ആഘോഷങ്ങളോട് കൂടെ തന്നെ നടത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണം ദേവി. നിനക്കെന്താ പറ്റിയത്? നീ എന്താ പൂജാമുറിയിലേക്ക് കയറാതിരുന്നത്? ഞങ്ങളെ നീ നാണം കെടുത്തില്ലേ? അത്രയൊക്കെ സംഭവിച്ചിട്ടും മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങ് മുടങ്ങാത്തതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കല്യാണം തന്നെ ക്യാൻസൽ ആയേനെ. ശരിക്കും സംഭവിച്ചെന്താന്ന് പറ. ഞാൻ ധൈര്യം കാണിച്ച് അകത്തേക്ക് കാല് വച്ചിരുന്നെങ്കിൽ കരിഞ്ഞ് ഭസ്മമായി പോയേനെ. ഈ നേരം നിങ്ങളുടെ കയ്യില് വിഭൂതി ബാക്കി വന്നേനെ. കാലകത്ത് വെക്കാൻ നോക്കിയപ്പോ അവിടെ മുഴുവനും തീ. അതെയോ? വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ശ്രമിച്ചു നോക്കി. അപ്പൊ വീണ്ടും അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. അമ്മോ, ഈ വീടൊരു ഭാർഗവി നിലയമാണല്ലോ. ഇവിടുത്തെ മരുമകളുടെ പോസ്റ്റ് നിനക്ക് വേണം മോളെ. അതെ നിഹാരിക, നാളെ നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചാ അപ്പൊ നിന്റെ അവസ്ഥ എന്താവും? ഇങ്ങനൊരു വീട്ടിലെ മരുമകളാകണം. അപ്പോഴേ ഒരു ത്രില്ലുണ്ടാവൂ. ശ്രീകർ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നീട് എല്ലാം ശരിയായിക്കോളൂ. അതും കഴിഞ്ഞ എല്ലാം നമ്മൾ ചക്രം തിരിക്കുന്നത് പോലെ തിരിയൂ. എല്ലാവരും നമ്മുടെ കൺട്രോളിലായിരിക്കും. ആവിന് താലിയുടെ ശക്തി കൊണ്ട് പൂജാമുറിയിലേക്ക് കയറിയെന്ന് തോന്നുന്നുണ്ടോ? ആയിരിക്കാം. അതുകൊണ്ട് മാത്രം ആവനി അവന്റെ ഭാര്യ ആകരുത്. ഞാനാണ് ശ്രീകറിന്റെ ഭാര്യ ആവേണ്ടത്. ഇത്ര ദൂരം എത്തിയതിനു ശേഷം തോറ്റുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ നിഹാരിക, നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ നന്നായി ഒന്ന് ആലോചിക്കേ. ശ്രീകറിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ വിക്കിയെ കല്യാണം കഴിക്കേണ്ടി വരും. ഏതാ ബെറ്റർ? അമ്മോ, അത് വെച്ച് നോക്കുമ്പോ ഈ ബന്ധം തന്നെയാ ബെറ്റർ. ഒന്നുകിൽ കത്തി വെച്ച് കൊല്ലും, അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്ന അവസ്ഥയാ. നമ്മളിവിടെ ഒരുപാട് നേരം മീറ്റിംഗ് നടത്തിയ എല്ലാവർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ വരും. ഫ്യൂച്ചറില് നമുക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ
ഞാനൊരു പ്ലാൻ പറയാം. ഞാൻ പറഞ്ഞു തരുന്നത് പോലെ താഴെ എല്ലാവരോടും വന്ന് പറയണം. എന്താ മോളെ? മനസ്സിലായില്ലേ? ശരി. മനസ്സിലായി. നടക്ക്. ഇത്രയും നേരം ഇവരകത്തെന്താ സംസാരിച്ചോണ്ടിരുന്നേ? വരൂ, ഇരുന്നോളൂ. അത് കുഴപ്പമില്ല. നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ട്. പറഞ്ഞോളൂ. നടക്കുന്നതെല്ലാം വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ നിഹാരികയ്ക്ക് നിങ്ങളുടെ മരുമകളാകാൻ അർഹതയില്ലെന്നാ തോന്നുന്നത്. നാളെ കല്യാണ ചടങ്ങ് നടക്കുന്ന സമയത്ത് പൂജാമുറിയിലേക്ക് കയറുന്നത് പോലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിലെങ്ങാനും നിഹാരിക അഥവാ ഫെയിലായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സെങ്ങാനും മാറിയ ഞങ്ങളുടെ മോളുടെ അവസ്ഥ എന്തായി തീരും? നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്ത വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. വെറുതെ ഉള്ളിൽ വെച്ച് സഹിച്ചു നിൽക്കരുത്. അതുമല്ല, വേണമെങ്കിൽ കല്യാണം ക്യാൻസൽ ചെയ്തേക്കാം. നിങ്ങൾ എന്തീ പറയുന്നത്? അവരുടെ മനസ്സിപ്പ് ഇങ്ങനെ മാറാനുള്ള കാരണം അറിയില്ലെങ്കിലും അവര് കൃത്യമായിട്ടാണ് സംസാരിച്ചത്. അന്ത്യചിന്തകളെക്കാളും ആദ്യ ചിന്തകളല്ലേ നല്ലത്? ഗൗതമി ആന്റി പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോഴേക്കും അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കൺമുന്നിൽ നടന്ന ഓരോ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ നിഹാരിക ഈ വീടിന് യോജിച്ച പെണ്ണല്ലെന്ന് അങ്ങനെയൊക്കെ എനിക്കും തോന്നിയത്. അച്ഛാ, ശരിക്കും ഒന്ന് ആലോചിച്ചേ. ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ വേദവതി അമ്മേ? അമ്മ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തു പറയാനാ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഷോക്കടിച്ച് നിൽക്കുന്ന നിപ്പാ അത്. ഇപ്പോഴല്ലേ നമ്മൾ മുഹൂർത്തം കുറിച്ചത്? അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്താ? അമ്മ എന്താ ഒന്നും പറയാത്തത്? എത്രയോ നാളുകൾക്ക് ശേഷമാണ് എന്റെ ജാതകം പോലുള്ള ജാതകത്തിൽ പിറന്നൊരു മരുമകൾ എനിക്ക് ലഭിച്ചത്. ഈ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള ചിന്ത ലവലേശമില്ല. നന്നായിട്ട് ആലോചിക്ക്. നാളെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നിഹാരികയെ ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ മരുമകളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്തോ ഒരു കാരണം കൊണ്ട് പൂജാമുറിയിൽ കാലുവയ്ക്കാൻ പറ്റില്ലെന്ന് കരുതി നിങ്ങൾ ഇത്രയൊന്നും ആലോചിക്കണ്ട. വലിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. അവന് ദേവിയുടെ പെട്ടി പൂജാമുറിന്ന് കൊണ്ടുവന്നെന്ന് കരുതി അവൾ ഇവിടുത്തെ മരുമകളാകില്ലല്ലോ. ഗുരു ഇന്ന് കുറിച്ച മുഹൂർത്തത്തില് കല്യാണം നടന്നിരിക്കും. അതിനി ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ശ്രീകർ നിഹാരികയുടെ കഴുത്തില് താലി കെട്ടിയതിന് ശേഷം നിഹാരികയ്ക്ക് ഈ വീട്ടിലെ സമ്പ്രദായങ്ങൾ ആചരിക്കാനുള്ള എല്ലാ അർഹതകളും ചേർന്ന് വന്നോളൂ. താലി കഴുത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം മാറിക്കൊള്ളൂന്നേ. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. യെസ്, എനിക്ക് വേണ്ടിയിരുന്നത് ഈ ക്ലാരിറ്റിയാ. അപ്പോ ആവനിയുടെ കല്യാണക്കാരി എങ്ങനെയാ? നിഹാരിക നല്ലൊരു ആലോചന കൊണ്ടുവരുമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. എല്ലാം ഒത്തുവന്ന 2 കല്യാണങ്ങളും ഒരു മണ്ഡപത്തിൽ വെച്ച് തന്നെ നമുക്ക് നടത്താം. അല്ലെങ്കിൽ 1-2 ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശ്രീകറുമായിട്ടുള്ള ഞങ്ങളുടെ മകളുടെ കല്യാണം ഉറപ്പായി. അങ്ങനെ തന്നെയല്ലേ? അതെ. ഞങ്ങളുടെ അമ്മ ഒരു വാക്ക് തന്ന അതിൽ മാറ്റമേ ഇല്ല. വാക്കിനോട് കൂറു വേണം വേദവതിയമ്മേ. ഇനി പ്രാണം പോകുന്ന കാര്യമാണെങ്കിലും തന്ന വാക്ക് ഞങ്ങളെ തെറ്റിക്കില്ല. ഇപ്പോഴാ ഞങ്ങൾക്കൊരു സമാധാനമായത്. ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരിയായിക്കോട്ടെ. പോയി വരാം. പോയി വരാം.
ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതല്ലേ? എന്നാ നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ വീട്ടിലേക്ക് പോവാം. മൊത്തത്തില് നാടകീയമായ കുറെ രംഗങ്ങൾക്ക് ശേഷം കല്യാണം അങ്ങനെ ഫിക്സ് ചെയ്തു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോ എന്താകുമെന്ന് നോക്കാം. ശ്രീകർ നിഹാരിക കല്യാണം അത്ര സിമ്പിളായിട്ട് എന്തായാലും നടക്കില്ല. അത് നടക്കും ചേച്ചി. നടത്തുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം.